പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ നോമ്പിൻ്റെ ആയത്തുകളുമായി ബന്ധപ്പെട്ട് 184 വചനത്തിൻ്റെ തുടക്ക ഭാഗമാണ് ഇവിടെ പഠിച്ചു വരുന്നത്. അയ്യാമം മഅദൂദാത്ത് എന്നത് അർത്ഥമാക്കുന്നതും തേടുന്നതും വിധിക്കുന്നതും എന്ത് എന്ന് നമ്മൾ പഠിച്ചു. അതിനെ തുടർന്ന് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ എന്ന ഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുകയുണ്ടായത്. ഏതാനും വിധികളും വിഷയങ്ങളും ചരിത്രങ്ങളുമൊക്കെ നമ്മൾ പഠിച്ചുപോയി. കർമ്മശാസ്ത്രപരമായി ഒന്ന് രണ്ട് മസ്അലകൾ ഈ ആയത്തിൻ്റെ പ്രയോഗത്തിൽ നിന്ന് പ്രത്യേകം നമുക്ക് പഠിക്കുവാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. ഇവിടെ ജവാബിൻ്റെ ഫയാണ് നമ്മൾ പറഞ്ഞു. നിങ്ങളിൽ രോഗികളായാൽ, യാത്രയിലായാൽ, അഫ്തറ അതിൽ പിന്നെ നോമ്പ് ഒഴിവാക്കി എങ്കിൽ ഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ എന്ന് പറഞ്ഞാൽ അലൈഹി ഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, ആ നോമ്പ് ഒഴിവാക്കിയവൻ്റെ മേൽ ബാധ്യതയാണ് ഇദ്ദത്തുൻ എണ്ണം, മിൻ അയ്യാമിൻ ഉഖർ മറ്റു ദിനങ്ങളിൽ നിന്നുള്ള. ഇവിടെ അലൈഹി ഇദ്ദത്തുൻ അല്ലെങ്കിൽ വാജിബു ഇദ്ദത്തുൻ നിർബന്ധമാണ് എണ്ണം, അല്ലെങ്കിൽ അൽ മക്തൂബു ഇദ്ദത്തുൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. വിധിക്കപ്പെട്ടത്, നിർബന്ധമാക്കപ്പെട്ടത് എണ്ണമാണ് മിൻ അയ്യാമിൻ ഉഖർ മറ്റു ദിനങ്ങളിൽ നിന്നുള്ള. ഇവിടെ അലൈഹി അസ്സിയാമു മിൻ അയ്യാമിൻ ഉഖർ എന്ന് പറഞ്ഞില്ല, മറ്റു ദിവസങ്ങളിൽ നിന്ന് നോമ്പെടുക്കൽ നിർബന്ധം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അൽ വാജിബു അസ്സിയാമു മിൻ അയ്യാമിൻ ഉഖർ എന്ന് പറഞ്ഞില്ല. പിന്നെയോ ഇദ്ദത്തുൻ എന്നാണ് പറഞ്ഞത്. ഇദ്ദത്ത് എണ്ണത്തെയാണ് അറിയിക്കുന്നത് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ദിനം നോമ്പ് ഒഴിവാക്കിയോ, യാത്രയിലായിരിക്കെ അല്ലെങ്കിൽ രോഗിയായിരിക്കെ അത്ര എണ്ണം നോമ്പെടുക്കണം എന്നുള്ളതാണ് ഈ ഇദ്ദത്തുൻ എന്നത് വ്യക്തമാക്കുന്നത്. തൻസീസൻ അല വുജൂബി സൗമി അയ്യാമിൻ ബിഅദദി അയ്യാമിൽ ഫിത്ർ. നോമ്പ് ഒഴിവാക്കിയ ദിവസങ്ങളുടെ എണ്ണം, അത്ര എണ്ണം ദിവസം നോമ്പെടുക്കൽ നിർബന്ധമാണ്. ആ എണ്ണത്തെ കൃത്യമാക്കണം എന്നുള്ളത് ഈ ഇദ്ദത്തുൻ എന്നുള്ള പ്രയോഗം അറിയിക്കുന്നു. മറ്റൊന്ന് മിൻ അയ്യാമിൻ ഉഖർ എന്നാണ് പറഞ്ഞത്. മിൻ അയ്യാമിൻ ഉഖർ മറ്റു നാളുകളിൽ നിന്ന് എന്നാണ്. അപ്പോൾ റമദാൻ കഴിഞ്ഞുള്ള നാളുകൾ, അതിൽ നോമ്പ് നിഷിദ്ധമായ നാളുകളുണ്ട്. ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ, അയ്യാമു തശ്രീഖിൻ്റെ നാളുകൾ, ഇങ്ങനെയുള്ള നോമ്പ് നിഷിദ്ധമായ നാളുകൾ ഒഴിച്ച് ബാക്കി ഏത് നാളുകളിലും ഈ നോമ്പെടുക്കാം. നോമ്പ് ഒഴിവാക്കിയപ്പോൾ ആ നാളുകൾ ചിലപ്പം പകലിന് ദൈർഘ്യം കൂടുതലായിരിക്കും, 14 മണിക്കൂർ 15 മണിക്കൂറൊക്കെ, അല്ലെങ്കിൽ ഇനി അതിനേക്കാൾ കൂടുതൽ കുറവ് ഒക്കെ ദൈർഘ്യത്തിൽ ഉള്ള നോമ്പാണ് ഒഴിവാക്കിയത്. ആ നോമ്പ് നോറ്റ് വീട്ടുമ്പോൾ അതേ ദൈർഘ്യത്തിലുള്ള നാളുകൾ വേണമെന്നില്ല. പിന്നെയോ പകൽ താരതമ്യേന കുറഞ്ഞ 10 മണിക്കൂർ 12 മണിക്കൂർ, ഇനി അതിനേക്കാൾ കുറഞ്ഞ കൂടുതൽ ദൈർഘ്യമുള്ള നാളുകളിൽ നോറ്റ് വീട്ടിയാലും മതി. മിൻ അയ്യാമിൻ ഉഖർ മറ്റ് നാളുകളിൽ നിന്നുള്ള, അവിടെ മിൻ എന്നുള്ളത് തബീദിനാണ്, ഏത് നാളുകളിൽ നിന്ന് നോറ്റാൽ മതി എന്നത് ഈ ഒരു പ്രയോഗം അറിയിക്കുന്നു. ഒപ്പം മിൻ അയ്യാമിൻ ഉഖർ എന്നുള്ളത് അറിയിക്കുന്നത് നോറ്റ് വീട്ടൽ പെട്ടെന്നാക്കിക്കൊള്ളണം എന്നില്ല. ശരിയാണ്, നോമ്പ് വീട്ടുന്ന വിഷയത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫദൈനുല്ലാഹി അഹഖു അൻ യുഖ്ദ, അള്ളാഹ്ക്കുള്ള കടമാണ് വീട്ടാൻ ഏറ്റവും അർഹപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ നോമ്പ് നോറ്റ് വീട്ടാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നോറ്റ് വീട്ടണം. പക്ഷേ ഈ മിൻ അയ്യാമിൻ ഉഖർ എന്ന് പ്രയോഗിച്ചതിൽ നിന്ന് മനസ്സിലാക്കാം, ഒരാൾ പെട്ടെന്ന് വീട്ടിയിട്ടില്ലെങ്കിൽ തന്നെ അയാൾ കുറ്റക്കാരനല്ല, മറ്റു നാളുകളിൽ നിന്ന് അയാൾ നോറ്റ് വീട്ടിയാൽ മതി.
ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാറുണ്ട്, ഇൻ കാനത്ത് ഇഹ്ദാന ലതുഫ്തിറു ഫീ സമാനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ തിരുദൂതരുടെ പത്നിമാർ റമദാൻ മാസത്തിൽ തിരുദൂതർ ഇവിടെ ജീവിച്ച നാളിൽ നോമ്പ് ഒഴിവാക്കാറുണ്ട്. ഫമാ തഖ്ദിറു അൻ തഖ്ദിയഹു ഇല്ലാ ഫി ഷഅബാൻ, ആ നോമ്പ് ഞങ്ങൾക്ക് നോറ്റി വീട്ടാൻ സാധിച്ചിരുന്നത് ഷഅബാനിൽ മാത്രമായിരുന്നു. അശ്ശുഗുലു ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖിദ്മത്തിൽ ഞങ്ങൾ വ്യാപൃതമായത് കാരണത്താൽ റമദാനിലെ നോമ്പ് ഷഅബാനിലായിരുന്നു ഞങ്ങൾ നോറ്റി വീട്ടിയിരുന്നത് എന്നാണ് ഉമ്മുൽ മുഅ്മിനീൻ പറയുന്നത്. യകൂനു അലയ്യ സൗമു മിൻ റമദാൻ ഫമാ അസ്തതിഉ അൻ അഖ്ദിയഹു ഇല്ലാ ഫി ഷഅബാൻ, റമദാനിലെ നോമ്പ് നോറ്റി വീട്ടേണ്ടതായിട്ട് എനിക്കുണ്ടാകും, പക്ഷേ എനിക്കത് ഷഅബാനിൽ മാത്രമാണ് നോറ്റി വീട്ടാൻ സാധിച്ചിരുന്നത് എന്നൊക്കെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ ഹദീസിൽ കാണാം. അപ്പോൾ ഈ പ്രയോഗം അറിയിക്കുന്നത് പെട്ടെന്ന് റമദാൻ കഴിഞ്ഞ ഉടനെ തന്നെ നോറ്റി വീട്ടൽ ഉത്തമമാണ്. അങ്ങനെ ചെയ്യണം എങ്കിലും അതൊരു നിർബന്ധമല്ല. വർഷത്തിലെ മറ്റു നാളുകളിൽ നോറ്റി വീട്ടിയാലും മതി എന്നതാണ് ഇത് അറിയിക്കുന്നത്. ഒപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, ഇതര നാളുകളിൽ നിന്ന് നോറ്റി വീട്ടാനാണ് പറഞ്ഞത്. നഷ്ടമായ നോമ്പ് എത്രയാണോ അത്ര എണ്ണം. ഫഇദ്ദത്തുൻ, അത് തുടർച്ചയായി വേണോ നോമ്പ് ഒഴിവാക്കിയത്? തുടർച്ചയായിട്ടാണ് എങ്കിൽ നോറ്റി വീട്ടലും തുടർച്ചയായി വേണം. ഇമാം ഇബ്നു ഷിഹാബിൻ സുഹരി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസും അബൂ ഹുറൈറയും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം കേട്ടത് ഉദ്ധരിക്കുന്നുണ്ട് ഇമാം തബറാനിയുടെ നിവേദനത്തിൽ. അത് റമദാനിലെ നോമ്പ് വീട്ടുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അവരുടെ ഈ സംവാദം. ഒരാൾ പറഞ്ഞു യുഫറഖ് ബൈനഹു, തുടർച്ച വേണമെന്നില്ല നോറ്റി വീട്ടുമ്പോൾ, ഇടവിട്ടാകാം. അവരൻ പറഞ്ഞു ലാ യുഫറഖ് ബൈനഹു, തുടർച്ച വേണം, നോറ്റി വീട്ടുമ്പോൾ ഇടവിട്ടാകാൻ പാടില്ല. ഇത് കേട്ട ഇബ്നു ഷിഹാബിൻ സുഹരി പറയാണ്, ലാ അദ്രി അയ്യുഹുമാ ഖാല യുഫറഖു ബൈനഹുമാ, അബൂ ഹുറൈറ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുൽ ജമീഅ, അവരിൽ ആരാണ് ഇടവിട്ടാക്കാം എന്ന് പറഞ്ഞത് എന്നത് എനിക്കറിയില്ല എന്നാണ്. പക്ഷേ ഇബ്നു അബീ ഷൈബയിൽ നിന്നുള്ളൊരു നിവേദനത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്, സുംഹു കൈഫ ശിഅ്ത്, താങ്കൾ ഉദ്ദേശിക്കും വിധം റമദാനിലെ നോമ്പ് നിങ്ങൾക്ക് ഖദാ വീട്ടാം, തുടർച്ച വേണമെന്നില്ല എന്ന അർത്ഥത്തിൽ പണ്ഡിതന്മാർ നോമ്പ് നോറ്റി വീട്ടുന്നതിൽ തുടർച്ച വേണ്ട, ഇടവിട്ടൊക്കെ സൗകര്യത്തിനനുസരിച്ച് നോറ്റി വീട്ടാം എന്നതിന് തെളിവ് പിടിച്ചത് ഈ പ്രയോഗം കൊണ്ടാണ്. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റു നാളുകളിൽ നിന്ന് നോറ്റി വീട്ടുക കൃത്യ എണ്ണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയം നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കാനുള്ള, ഈ ആയത്തിൻ്റെ തേട്ടത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു മസ്അലയാണ്. ഇവിടെ മറ്റൊരു വിഷയം, ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ എന്ന് പറഞ്ഞതിൽ ഗർഭിണിയായ സ്ത്രീയെയും കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുന്ന ഉമ്മമാരെയും രോഗികളോട് സാധർമ്യപ്പെടുത്തി, അല്ലെങ്കിൽ രോഗികളോട് അവരെ ഉപമിച്ചാണ് പണ്ഡിതന്മാർ പാലൂട്ടുന്ന ഉമ്മമാരും ഗർഭധാരിണികളായ സ്ത്രീകളും നോമ്പൊഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അവർ ഖദാ വീട്ടുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഗർഭിണികളും പാലൂട്ടുന്ന ഉമ്മമാരും. ഇമാം അൽ ഹസൻ അൽ ബസരി അവരുടെ വിഷയത്തിൽ ചോദിക്കപ്പെട്ടു. അപ്പോൾ ഹസൻ അൽ ബസരി പറഞ്ഞത്, അയ്യു മറദിൻ അശദ്ദു മിനൽ ഹമൽ, ഗർഭധാരണത്തേക്കാൾ കടുത്ത ഏത് രോഗമാണ് ഉള്ളത്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, തുഫ്തിർ വതഖ്ദി, അവർക്ക് നോമ്പ് ഒഴിവാക്കാം, പിന്നീട് അവർ നോമ്പ് നോറ്റി വീട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ ഗർഭം ധരിച്ച സ്ത്രീകൾ, പാലൂട്ടുന്ന ഉമ്മമാർ, അവർക്ക് നോമ്പ് ഒഴിവാക്കാൻ, പിന്നെ ആ നോമ്പ് അവർ നോറ്റി വീട്ടാൻ ഉള്ള ഫത്വയാണ്. പല പണ്ഡിതന്മാരും രോഗം കടുത്തതല്ലെങ്കിൽ പോലും നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ട് എന്ന അഭിപ്രായക്കാരാണ്. നമ്മളത് മുഹമ്മദ് ബിൻ സീരീനും അത്താവും ഒക്കെ പറഞ്ഞത് ഇവിടെ പറയുകയുണ്ടായി. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നൈസാപൂർ ദേശത്ത് വെച്ച് രോഗിയായി. വലിയ കടുത്ത രോഗമൊന്നുമല്ല. ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, എന്നെ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി രോഗസന്ദർശനം നടത്താൻ വേണ്ടി വന്നു കൂട്ടുകാരോടൊത്ത്. അഫ്തർ തയാ അബ അബ്ദില്ല,
അബൂ അബ്ദില്ല, നിങ്ങൾ നോമ്പ് ഒഴിവാക്കിയോ എന്ന് ചോദിച്ചു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിളിപ്പേരാണ് അബൂ അബ്ദില്ല. അത് വിളിച്ചിട്ടാണ് ചോദിക്കുന്നത് നോമ്പ് ഒഴിവാക്കിയോ എന്ന്. അപ്പോൾ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഞാൻ അതെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അഖ്ബറന അബ്ദാനു അൻ ഇബ്നിൽ മുബാറക് അൻ ഇബ്നി ജുറൈജിൻ ഖുൽതു ലി അതാഇൻ മിൻ അയ്യിൽ മറദി ഉഫ്തിർ. അതാ പറഞ്ഞതായി ഇബ്നു ജുറൈജിൽ നിന്ന് അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്, അദ്ദേഹത്തിൽ നിന്ന് അബ്ദാൻ നിവേദനം ചെയ്തത് ബുഖാരിയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ്. അതായിനോട് ചോദിച്ചു എന്നാണ് ഇബ്നു ജുറൈജ്, ഏത് രോഗത്തിലാണ് ഞാൻ നോമ്പ് ഒഴിവാക്കേണ്ടത്? മിൻ അയ്യി മറദിൻ ഖാൻ, ഏത് രോഗമാണെങ്കിലും നോമ്പ് ഒഴിവാക്കാം. കമാ ഖാലല്ലാഹ് ഫമൻ കാന മിൻകും മരീദൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിങ്ങളിൽ ഒരാൾ രോഗിയാണെങ്കിൽ എന്നാണ്. അതുകൊണ്ട് രോഗം കടുത്തതായാലും കടുത്തതല്ലെങ്കിലും നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ട് എന്ന നിലക്ക് ഇമാം ബുഖാരി മനസ്സിലാക്കി എന്നാണ് ഈ സംഭവം അറിയിക്കുന്നത്. ഞാനിതോടെ ഉദ്ധരിച്ചത്, അപ്പോൾ ഗർഭിണികൾ, കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുന്ന മാതാക്കൾ, അവരെ രോഗിയോട് സാധർമ്യപ്പെടുത്തിയിട്ട് പണ്ഡിതന്മാർ ഈ നിലക്ക് ഫത്വ നൽകിയിട്ടുണ്ട്. അവർക്ക് നോമ്പ് ഒഴിവാക്കാം, ഇളവുണ്ട്. അനസ് ഇബ്നു മാലിക് അൽ കഅബി വിശുദ്ധ മദീനയിലേക്ക് തിരുസവിധത്തിലേക്ക് വന്നൊരു ചരിത്രമുണ്ട്. അദ്ദേഹം മദീനയെ അണഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷിക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ഉദ്നു ഫക്കുൽ, അടുത്തേക്ക് വരൂ എന്നിട്ട് ഭക്ഷിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനസ് ഇബ്നു മാലിക് അൽ കഅബി ഇന്നി സായിം, ഞാൻ നോമ്പുകാരനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഉദ്നു ഉഹദ്ദിസുക അനി സൗം, അടുത്തു വരൂ, ഞാൻ നോമ്പിനെക്കുറിച്ച് അങ്ങേക്ക് പറഞ്ഞു തരാം. എന്നിട്ട് പറഞ്ഞതാണ്, ഇന്നല്ലാഹ തആല വദഅനിൽ മുസാഫിരി നിസ്ഫസ്സല, അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്രക്കാരന് 4 റക്അത്തുള്ള നിസ്കാരം അതിൻ്റെ പകുതി ഇളവ് ചെയ്തിരിക്കുന്നു. 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. അതേപോലെ വസ്സൗമ, യാത്രക്കാരന് നോമ്പും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവേകിയിരിക്കുന്നു. വറഖസലിൽ ഹുബ്ല വൽ മുർദിഅ, ഗർഭിണികൾക്കും പാലൂട്ടുന്ന ഉമ്മമാർക്കും നോമ്പിൽ ഇളവ് അള്ളാഹു നൽകിയിരിക്കുന്നു. ഇത് റസൂലുള്ളാഹി പറഞ്ഞു എന്നാണ്. ചില നിവേദനങ്ങളിൽ ഇന്നല്ലാഹ അസ്സ വജല്ല വദഅനിൽ മുസാഫിരി ശത്റസ്സല, അള്ളാഹു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം 4 റക്അത്ത് നിസ്കാരത്തിൻ്റെ പകുതി ഇളവാക്കിയിരിക്കുന്നു, ഒഴിവാക്കിയിരിക്കുന്നു. വഅനിൽ മുസാഫിരി വൽ ഹാമിലി വൽ മുർദി അസ്സൗം, യാത്രക്കാരൻ, ഗർഭിണി, പാലൂട്ടുന്ന സ്ത്രീകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പും ഇളവ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇവർക്ക് നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ട്. പക്ഷേ അവർ ഒഴിവാക്കിയ നോമ്പ് നോറ്റ് വീട്ടണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ എന്നാണ് രോഗികളുടെ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗർഭിണികളും പാലൂട്ടുന്ന ഉമ്മമാരും നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അവർ ഒഴിവാക്കപ്പെട്ടതിന് തുല്യമായത് നോറ്റ് വീട്ടണം എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ചിലർ നോറ്റ് വീട്ടുകയും ഫിദിയ നൽകുകയും വേണം. ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഒരു നോമ്പിനെന്ന നിലക്ക് നോമ്പ് വീട്ടുന്നതോടൊപ്പം നൽകണം എന്ന് പറഞ്ഞവരുണ്ട്. ചിലർ നോമ്പ് നോറ്റ് വീട്ടേണ്ടതില്ല, ഫിദിയ മാത്രം നൽകിയാൽ മതി എന്ന് പറഞ്ഞവരുമുണ്ട്. ഇബ്നു അബ്ബാസിൽ നിന്നും ഇബ്നു ഉമറിൽ നിന്നുമൊക്കെ അത്തരത്തിൽ നിവേദനങ്ങൾ വന്നിട്ടുണ്ട്. ഗർഭിണി നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ, പാലൂട്ടുന്ന സ്ത്രീ നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അവർ പിന്നീട് ആ നോമ്പ് നോറ്റ് വീട്ടേണ്ടതില്ല. അവർ യുഫ്തിറാനി വയുത്ഇമാനി മക്കാന കുല്ലി യൗമിൻ മിസ്കീനൻ വലാ യഖ്ദിയാനി സൗമ, നോമ്പ് ഒഴിവാക്കാം. ഓരോ ഒഴിവാക്കപ്പെട്ട നോമ്പിൻ്റെ ദിനത്തിനും പകരം അതിൻ്റെ സ്ഥാനത്ത് ഒരു മിസ്കീൻ്റെ അന്നം നൽകിയാൽ മതി, നോമ്പ് അവർ നോറ്റ് വീട്ടേണ്ടതില്ല എന്നൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഫത്വകൾ കാണാൻ സാധിക്കും. പക്ഷേ ജുംഹൂർ, ഭൂരിപക്ഷ പണ്ഡിതന്മാർ നമ്മുടെ ഈ വചനം അത് രോഗിയുടെ വിഷയത്തിൽ, യാത്രികൻ്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വചനമാണ്. അതിൽ നോമ്പ് ഒഴിവാക്കാൻ ഇളവ് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, മറ്റു ദിനങ്ങളിൽ തുല്യ എണ്ണം നോറ്റ് വീട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രോഗിയെപ്പോലെ പാലൂട്ടുന്ന സ്ത്രീകളും ഗർഭിണികളും നോറ്റ് വീട്ടുകയാണ് വേണ്ടത് എന്നാണ് ഈ ആയത്തിനെ ഉദ്ധരിച്ച് പ്രാമാണികർ പറഞ്ഞിട്ടുള്ളത്. മറ്റു ചില അഭിപ്രായങ്ങളും ഈ മസാലയിലുണ്ട്, അതിൻ്റേതായ തെളിവുകളും പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം ഇവിടെ ഉണർത്തി എന്ന് മാത്രം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ തുടർച്ചയിൽ നമ്മളിപ്പോൾ
പഠിച്ചത് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, ഈ ഭാഗമാണ്. ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ള ഭാഗം വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ എന്നുള്ളതാണ്. ഇതർത്ഥമാക്കുന്നതും തേടുന്നതും എന്താണ്? വഅലല്ലദീന യുതീഖൂനഹു, അതിന് താഖത്ത് ഉള്ള ഒരു കൂട്ടർ അവരുടെ മേൽ ബാധ്യതയാകുന്നു. ഫിദിയത്തുൻ തആമു മിസ്കീൻ, ഒരു മിസ്കീൻ്റെ ഭക്ഷണം. ഫിദിയ വഅലല്ലദീൻ എന്നാൽ യാതൊരു കൂട്ടർ അവരുടെ മേൽ ബാധ്യതയാണ്. ആ യാതൊരു കൂട്ടർ അവരുടെ വിശേഷണമാണ് യുതീഖൂനഹു, അവർക്ക് അതിന് സാധിക്കുന്നവരാകുന്നു. ഇവിടെ യുതീഖൂനഹു എന്ന് പറഞ്ഞാൽ യഖ്ദിറൂന അലൈഹി, അവർക്കതിന് സാധിക്കും. വയതഹമ്മലൂനഹു ബിമശഖത്തിൻ വതഅബിൻ, ക്ലേശപ്പെട്ട് ക്ഷീണിച്ച് അവർക്ക് അത് നിർവഹിക്കാനാകും. യതജശമൂനഹു, സാഹസപ്പെട്ട് ക്ലിഷ്ടത അനുഭവിച്ച് തരപ്പെടുത്താനാകും, സാധ്യമാകും. ഇങ്ങനെയൊക്കെ ഇതിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ യുതീഖൂനഹു എന്നുള്ളതൊരു ഖിറാഅത്താണ്, പാരായണമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മശഹൂറായ മറ്റൊരു ഖിറാഅത്തുണ്ട് യുതവ്വഖൂനഹു. യുതീഖൂനഹു എന്നുള്ളതിന് പകരം യുതവ്വഖൂനഹു എന്ന് പറഞ്ഞാൽ യുകല്ലിഫൂനഹു, ക്ലേശപ്പെട്ട് ഞെരുക്കം പ്രയാസം സഹിച്ചുകൊണ്ട് നിർവഹിക്കുന്നവർ, അവർ നിർവഹിക്കുന്നു എന്ന അർത്ഥത്തിൽ. താഖത്തിൽ നിന്നാണ് ഈ ക്രിയ. അറബി ഭാഷയിൽ താഖത്ത്, വുസ്അ്, ഇങ്ങനെ രണ്ട് പ്രയോഗം ഉണ്ട്. താഖത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ലിൽ ഖുദ്റത്തി അല ഷൈ, ഒരു സംഗതി നിർവഹിക്കാനുള്ള കഴിവാണ്. മാ ഷിദ്ദത്തി വൽ മശഖ, ഞെരുക്കവും പ്രയാസവും സഹിച്ചുകൊണ്ട്. അപ്പോൾ പ്രയാസത്തോടുകൂടി ഞെരുക്കത്തോടുകൂടി ഒരു സംഗതി നിർവഹിക്കാനുള്ള കഴിവിനാണ് താഖത്ത് പ്രയോഗിക്കുക. വുസ്ഉം അൽ ഖുദ്റത്തു അല ഷൈ, ഒരു കാര്യം ചെയ്യാനുള്ള കഴിവാണ്. പക്ഷെ അല ജിഹത്തി സുഹൂല, എളുപ്പത്തിൽ, ക്ഷിപ്രസാധ്യമായി, പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതിനാണ് വുസ് എന്ന് പറയുക. എന്നാൽ ക്ലിഷ്ട അസാധ്യമായി അല്ലെങ്കിൽ പ്രയാസപ്പെട്ട് നിർവഹിക്കാൻ കഴിവ്, അതാണ് താഖത്ത്. ഇവിടെ യുതീഖൂനഹു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ആയത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ ഹു എന്നുള്ള സർവനാമ പ്രയോഗം അതറിയിക്കുന്നത് എന്തിനെയാണ്? ഹു എന്നുള്ളത് അറിയിക്കുന്നത് സൗമിനെയാണ്, അല്ലെങ്കിൽ സിയാമിനെയാണ്. വഅലല്ലദീന യുതീഖൂനഹു, സൗമിനെ, നോമ്പിന് സാഹസപൂർവം പ്രയാസപ്പെട്ട് അല്ലെങ്കിൽ ഞെരുക്കം സഹിച്ച് നിർവഹിക്കാനാകുന്നവരുടെ മേൽ ബാധ്യതയായത്, നിർബന്ധമായത് ഫിദിയത്തുൻ തആം മിസ്കീൻ, ഒരു മിസ്കീൻ്റെ തആം, ഭക്ഷണം, അന്നം, അത് പ്രായശ്ചിത്തം, അതാണ് ഫിദിയത്ത് ആകുന്നു എന്നാണ്. ഫിദിയത്തുൻ, ഫിദിയ, പ്രായശ്ചിത്തം എന്നാണ് അതിൻ്റെ അർത്ഥം, തേട്ടം. താം മിസ്കീൻ, മിസ്കീൻ്റെ ഭക്ഷണം. മിസ്കീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്കീനും ഫക്കീറും ഇവിടെ ഉദ്ദേശമാണ്. ഫക്കീർ പറ്റ നിർധനൻ, മിസ്കീൻ ഭേദപ്പെട്ടവനാണ്, പക്ഷേ എന്നാലും ആവശ്യക്കാരനാണ്. അപ്പോൾ ദരിദ്രനായ, അഗതിയായ ഒരു വ്യക്തിക്കുള്ള താം, ഭക്ഷണം, അതാണ് പ്രായശ്ചിത്തം, അത് ബാധ്യതയാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ അളവും വിഷയവും നമുക്ക് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാം. ഈ ആയത്തിൽ ഫിദിയത്തുൻ തആമു മിസ്കീൻ എന്നുള്ളത് ഒരു ഖിറാഅത്താണ്. ഫിദിയത്തു തആമി മസാക്കീൻ, ഫിദിയത്തു തആമി മസാക്കീൻ എന്നും ഇതിന് ഖിറാഅത്തുണ്ട്, പാരായണമുണ്ട്. മസാക്കീൻ എന്ന് പറഞ്ഞാൽ മിസ്കീൻ എന്നതിൻ്റെ ബഹുവചനാണ്. മിസ്കീന്മാരുടെ താം ഫിദിയാണ് എന്നാണ് ആ ഖിറാഅത്ത് പ്രകാരം അർത്ഥം വരിക. ആദ്യത്തെ അർത്ഥപ്രകാരം ഒരു മിസ്കീൻ്റെ താം, രണ്ടാമത്തെ ഖിറാഅത്ത് പ്രകാരം ഒന്നിലധികം മിസ്കീന്മാരുടെ താം എന്നുള്ളതാണ്. ഈ ആയത്തിൻ്റെ വിഷയത്തിൽ, അതിൻ്റെ ഉദ്ദേശത്തിൽ ചില വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്. അത് പഠനാർഹമായ ഒരു വിഷയവും ഭാഗവുമാണ്. എന്താണത്?
വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ എന്നത് അറിയിക്കുന്ന വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ, നസ്ഖിന് വിധേയമാക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഇതിൻ്റെ വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. രണ്ടു കൂട്ടരുടെയും വീക്ഷണം പരിഗണിക്കുമ്പോൾ ഈ ആയത്തിൻ്റെ തേട്ടവും വിഷയവും വിധിയും വേറെ വേറെയാണ്. ഈ ആയത്തിൻ്റെ വിധി നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞത് വഅലല്ലദീന യുതീഖൂനഹു, റമദാൻ മാസത്തിലെ നോമ്പാണ് ഇവിടെ ഉദ്ദേശം. യുതീഖൂനഹു അത് നിർബന്ധമായി. പക്ഷേ നിർബന്ധമായപ്പോൾ നോമ്പെടുക്കാൻ ഉദ്ദേശമുള്ളവർക്ക് നോമ്പെടുക്കാനും നോമ്പ് ഉപേക്ഷിച്ച് മിസ്കീന് അന്നം നൽകി ഫിദിയ കൊടുക്കാനും അവസരമുള്ള രീതിയിലായിരുന്നു നോമ്പ് നിർബന്ധമാക്കിയത്. റമദാനിലെ നോമ്പെടുക്കേണ്ടവർക്ക് നോമ്പെടുക്കാം, അല്ലെങ്കിൽ നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ മിസ്കീൻ്റെ ഫിദിയ, ആ നിലക്കാണിത് റമദാൻ നിർബന്ധമാക്കിയത്. ഈ ആയത്തിന് ശേഷം നമുക്ക് അടുത്ത ആയത്തിൽ വരും ഫമൻ ഷഹിദ മിൻകുമു ശഹ്റ ഫല്യസും, ഈ റമദാൻ മാസത്തിന് സാക്ഷികളാകുന്നവർ അവർ നോമ്പെടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ നിർബന്ധമാക്കി. ഈ ഫമൻ ഷഹിദ മിൻകുമു ശഹ്റ ഫല്യസും എന്നുള്ള ആയത്ത് ഫനസഖത്ഹ, ഈ വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആം മിസ്കീൻ എന്ന ഭാഗം അറിയിക്കുന്ന വിധിയെ ദുർബലപ്പെടുത്തി എന്നാണ്. സലമത്ത് ഇബ്നുൽ അക്വ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെയാണ് സലമത്ത് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ആയത്ത് അതിൻ്റെ വിധിയെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ആയത്തിൽ വന്ന ഫമൻ ഷഹിദ മിൻകുമു ശഹ്റ ഫല്യസും എന്ന ആയത്ത്. അപ്പോൾ ഇവിടെ വഅലല്ലദീന യുതീഖൂനഹു, റമദാൻ നോമ്പ് തുടക്കത്തിൽ നിർബന്ധമാക്കിയപ്പോൾ ആളുകൾക്ക്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ആസറിൽ നോമ്പ് ശീലം ഉണ്ടായിരുന്നില്ല, തുടർച്ചയായിട്ട് നോമ്പ് എടുക്കുക എന്നുള്ള ശീലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വളരെയധികം ക്ലേശപ്പെട്ടിരുന്നു ആളുകൾ. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് തുടക്കം മുതലേ ഇത് നിർബന്ധമാക്കിയില്ല. തുടക്കത്തിൽ വഅലല്ലദീന യുതീഖൂനഹു, ക്ലേശപ്പെട്ട് പ്രയാസപ്പെട്ട് നോമ്പെടുക്കാൻ സാധ്യമാകുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം ഫിദിയത്തുൻ തആം മിസ്കീൻ, ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഫിദിയായി നൽകാൻ അവസരമുണ്ട്. നോമ്പ് ഒഴിവാക്കാം, നോമ്പെടുക്കുകയാണെങ്കിൽ നോമ്പെടുക്കുകയും ചെയ്യാം. പക്ഷേ ഈ ഒരു സ്വാതന്ത്ര്യത്തെ, രണ്ടാലൊന്ന് തിരഞ്ഞെടുക്കാനുള്ള അവസരത്തെ എന്ത് ചെയ്തു? ഫമൻ ഷഹിദ മിൻകുമു ശഹ്റ ഫല്യസും എന്നുള്ള ആയത്ത് നസ്ഖ് ചെയ്തു, ദുർബലപ്പെടുത്തി. ഇമാം ബുഖാരി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം, വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആം മിസ്കീൻ എന്ന ആയത്ത് ഹിയ മൻസൂഖത്തുൻ, അത് മൻസൂഖത്താണ്, വിധി ദുർബലപ്പെടുത്തപ്പെട്ട വചനമാണ് എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഇതിനെ പുരസ്കരിച്ച് പറഞ്ഞത്. തബീ പണ്ഡിതനായ അബ്ദുറഹ്മാൻ ഇബ്നു അബി ലൈല സഹാബികൾ പറഞ്ഞതായിട്ട് ഈ വിഷയത്തിൽ പറയുന്നത്, നസല റമദാനു ഫശഖ്ഖ അലൈഹിം, റമദാൻ നോമ്പ് നിയമമായി അവതരിച്ചു. അത് ആളുകൾക്ക് വളരെ ക്ലേശകരമായിരുന്നു, പ്രയാസകരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫകാന മൻ അതാമ കുല്ല യൗമിൻ മിസ്കീനൻ, ഓരോ മിസ്കീനും ഓരോ ദിവസം വല്ലവരും ഭക്ഷണം നൽകുകയായാൽ തറക സൗം, അയാൾക്ക് നോമ്പ് ഉപേക്ഷിക്കാം. മിമ്മൻ യുതീഖുഹു, ക്ലേശപ്പെട്ട് നോമ്പ് നോൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. വറുഖിസ ലഹും ഫീ ദാലിക്, ആ വിഷയത്തിൽ അവർക്ക്, ഇങ്ങനെ ക്ലേശപ്പെട്ട് നോമ്പ് നോൽക്കുന്നവർക്ക് ഇളവ് നൽകപ്പെട്ടിരുന്നു. പക്ഷേ ഫനസഖത്ഹ, ഈ ആയത്തിൻ്റെ വിധിയെ ദുർബലപ്പെടുത്തി. വഅൻ തസുമു ഖൈറുൽ ലക്കും, നിങ്ങൾ നോമ്പെടുക്കലാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് ഇതിനെ തുടർന്ന് ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ള വചനമുണ്ട്. ആ ഭാഗം അതിനെ ദുർബലപ്പെടുത്തി. ഫഉമിറു ബിസ്സൗം, അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യം അത് ദുർബലപ്പെടുത്തപ്പെട്ടു. എന്നിട്ട് നോമ്പെടുക്കാൻ അവർ കൽപ്പിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് ഇബ്നു അബീ ലൈല സഹാബികൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ പറയുകയുണ്ടായത്. അപ്പോൾ ഇതാണ് ഇതിലെ ഒരു വിഷയം. വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആം മിസ്കീൻ, ആയത്ത് അർത്ഥമാക്കുന്നത് പ്രയാസപ്പെട്ട് ഞെരുക്കത്തോടു കൂടി നോമ്പെടുക്കാൻ കഴിയുന്ന ആളുകൾ,
അവർ നോമ്പെടുക്കേണ്ടതില്ല. അവർക്ക് ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഫിദിയയായി നൽകിയാൽ മതി. പക്ഷേ അത് പിന്നീട് ദുർബലപ്പെടുത്തപ്പെട്ടു എന്നാണ്. എന്നാൽ ഈ ഭാഗത്തിന് വേറെയും തഫ്സീറുണ്ട്. ആയത്തിൻ്റെ വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതിൻ്റെ വിധി മൻസൂഖല്ല, മുഹ്കമാണ്. വിധി സ്ഥിരപ്പെട്ടതാണ്, ദുർബലമല്ല. അതെങ്ങനെ? അപ്പോൾ ആയത്ത് അർത്ഥമാക്കുന്നത് എന്ത്? ആയത്ത് കൈകാര്യം ചെയ്യുന്നത് ആരെയാണ്? അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അത് തുടർന്ന് പഠിക്കുവാനുള്ള വിഷയമാണ്, മസ്അലയാണ്. ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കുന്നതോടൊപ്പം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.